മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. ഷമീർ, നിങ്ങൾ പോയിട്ട് എപ്പോ വരും? ഐഷുമാ, ഇതോടെ ഞാൻ 90 പ്രാവശ്യം പറഞ്ഞു, ഇത് മേജർ ഓപ്പറേഷൻ ആണ്. എന്തായാലും ഒരു ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒബ്സർവേഷൻ ചെയ്തിട്ട് പിന്നെ തന്നെ വരാൻ പറ്റുള്ളൂ. ഞാൻ വരാൻ 2 ദിവസം ആകും. അല്ല, ഈ ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടേഴ്സ് ആരുമില്ലേ? ഇടി, ഇത് ഓപ്പൺ ഹാർട്ട് സർജറിയാ, കുറച്ച് കോംപ്ലിക്കേറ്റ് ആയ ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ തന്നെ പോയേ പറ്റൂ. ശരി ഷമീർ, എന്നാ നിങ്ങൾ പോയിട്ട് വരി. 2 ദിവസമല്ലേ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വേഗം വരും, നീ വിഷമിക്കണ്ട. ശരി. പിന്നെ നീ വീട്ടിലെ പണികളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ റിയ കുട്ടിനെ കുറച്ച് അടുത്തിരുന്ന് നോക്കിക്കോ. അവളെയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളെ ഓർത്ത് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ സമാധാനത്തോടെ പോയിട്ട് വരി. ശരി ശരി, എന്നാ അവള് ഉറങ്ങി എണിക്കുമ്പോഴേക്കും ഞാൻ ഇറങ്ങട്ടെ. അല്ലാന്ന് വെച്ചാൽ അവൾ എന്നെ കണ്ടാ പിന്നെ ഇറങ്ങാൻ സമ്മതിക്കില്ല. ശരി. അയ്യോ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അവൾ എണീറ്റാ? ശരി, കുഴപ്പമില്ല. അവളെ കൊണ്ട് പറഞ്ഞിട്ട് പോകി. പിന്നെ അവള് കരഞ്ഞാലും ഞാൻ നോക്കിക്കോളാം. എന്തായാലും അവള് കരയും, നീ നോക്കിക്കോട്ടാ. ശരി. എന്താടാ അമ്മൂസേ, ഉറങ്ങി എണീറ്റോ? നമുക്ക് കടയിട്ട് പോവാം. കടയിട്ട് പോയിട്ട് ചോക്കി മേടിച്ചിട്ട് വരാം. അമ്മുക്കുട്ടിക്ക് ചോക്കി മേടിക്കാൻ വേണ്ടിട്ടല്ല അച്ഛൻ പോകുന്നത്. അച്ഛൻ പോയി ചോക്കി മേടിച്ചിട്ട് വരാ. അമ്മുക്കുട്ടി ഇവിടെ തന്നെ കളിക്കിട്ടോ. അയ്യോ വേണ്ടടാ, അമ്മുക്കുട്ടി ഇപ്പോഴല്ലേ ഉറങ്ങി എണീറ്റത്. അമ്മുക്കുട്ടി പാലൊക്കെ കുടിച്ചിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കെ. അപ്പോഴേക്കും അച്ഛൻ പോയി ചോക്കി മേടിച്ചിട്ട് വരാ. അത് അമ്മുക്കുട്ടിക്ക് ഏത് ചോക്കിയാണ് ഇഷ്ടമെന്ന് അച്ഛനറിയാലോ. അച്ഛൻ നോക്കി മേടിച്ചിട്ട് വരാ. പുറത്തൊക്കെ നല്ല തണുപ്പാടാ, മഴ വരും. മഴയത്ത് ഉണ്ണൂട്ടി നനയില്ലേ, പിന്നെ ജലദോഷം വരും. പിന്നെ അച്ഛൻ മരുന്ന് തരും. മരുന്ന് കുടിക്കാൻ ഉണ്ണിക്ക് ഇഷ്ടമാണോ? മരുന്ന് വേണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മിണ്ടാതിരുന്ന് കളിക്ക്. അച്ഛൻ പോയി ചോക്കി മേടിച്ചിട്ട് വരാ. ശരിയടാ മൂസേ, 10 ചോക്കി വാങ്ങിച്ചിട്ട് വരാ പോരെ? ശരിയടാ, 10 ചോക്കി മേടിച്ചിട്ട് വേഗം വരാ. ശരി, എന്നാ അച്ഛൻ പോയിട്ട് വരാ. അച്ഛനൊരു ഉമ്മതാ നോക്കട്ടെ. അച്ഛന്റെ ചക്കരക്കുട്ടി. അച്ഛൻ പോയി ചോക്കി മേടിച്ചിട്ട് വരുന്നവരെ അമ്മനെ ശല്യം ചെയ്യാതെ അമ്മ പറഞ്ഞതൊക്കെ കേട്ട് അമ്മ തരുന്ന അമ്മക്ക് കഴിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. അച്ഛൻ വേഗം വരുമല്ലോ. ശരി, ബായിടാ അമ്മോ, അച്ഛൻ പോയിട്ട് വരാ. ശരി ഐഷു, റിയാനെ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാ. ഷമീർ, 1 മിനിറ്റ് നിക്കേ. എന്താ ഐഷു? ഒന്നുമില്ല. നിങ്ങൾ പോയാ വരാൻ 2 ദിവസം ആവില്ലേ? 2 ദിവസം നിങ്ങളെ കാണാതെ ഇരിക്കണമെന്ന് പറയുമ്പോ എന്തോ പോലെയുണ്ട്. എടി ഐഷുമ, അതിന് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മേജർ ഓപ്പറേഷൻ ആണ്. ഇതിന് ഞാൻ തന്നെ പോയാവണം. പിന്നെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോ കുടുംബത്തിനേക്കാളും പേഷ്യൻസിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഒരു പേഷ്യന്റിന്റെ ജീവൻ രക്ഷിപ്പിക്കുന്നതാണ് ഒരു ഡോക്ടറിന്റെ ഉത്തരവാദിത്വം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. ഇപ്പൊ എന്താ, ഞാൻ ഇന്ന് പോയിട്ട് നാളെയല്ല മറ്റന്നാൾ തിരിച്ചു വരും. പിന്നെ നിന്നെയും റിയാനെയും ഇവിടെ ഒറ്റക്കാക്കിട്ട് പോണതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്നെ ഇവിടെ വീട്ടിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇതൊക്കെ അറിയാം ഷമീർ, ഇതൊന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ പോണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം, അത്രേ ഉള്ളൂ. അത് ശരിയാവും. ശരി, നിങ്ങൾ ഞങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവിടെ പോയി ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കിയിട്ട് വരി. ഞാൻ റിയാനെ നോക്കിക്കോളാം. ശരിയടാ, റിയാനെ നോക്കണത് മാത്രമല്ല, നീയും സമയത്തിന് ഭക്ഷണം കഴിക്കി. എന്നെ ഓർത്ത് വിഷമിക്കണ്ട, സമാധാനത്തിലിരിക്കട്ടോ. ഞാൻ വരാം. ശരി. எனக்கொரு ஸ்நேகிதி ஸ்நேகிதி தென்றல் மாதிரி நீ ஒரு பௌர்ணமி பௌர்ணமி பேசும் பைங்கிளி உன்முகம் பார்க்க தோன்றினால் பூக்களை பார்த்து கொள்கிறேன் பூக்களின் காதில் மெல்லமாய்
உன் பெயர் சொல்லி பார்க்கிறேன் எனக்கொரு சிநேகிதே சிநேகிதே தென்றல் மாதிரி. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം.